സോ ഹേ ഗൈസ് എല്ലാവർക്കും ഉണ്ടാവും പുതിയ സ്വന്തം. സോ ഇപ്പോൾ നമ്മൾ നോക്കാം റോബ്ലോക്സിൽ എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ കിട്ടാൻ നോക്കാം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കളിക്കുന്ന ഗ്രോയ ഗാർഡൻ, അതായത് ഗ്രോയ ഗാർഡനിലാണ് എങ്ങനെ കിട്ടാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് നമുക്ക് 3 സ്റ്റെപ്പാണ് ഉള്ളത്. അതായത് ഈ 3 സ്റ്റെപ്പും അതിലൊരെണ്ണം മാത്രമാണ് എളുപ്പത്തിലുള്ളത്, ബാക്കിയുള്ള അത്ര നല്ല ടൈം ടേക്കിംഗ് ആണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ, അതായത് നിങ്ങളുള്ള റിയൽ ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടി വരുന്ന ഒരു സംഭവമാണ് റോബോക്സ്. നിങ്ങൾക്കറിയാം, റോബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 139 റോബക്സ് എന്തോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളുടെ ഗാർഡനിൽ നിന്ന് അവരിലുള്ള ഏറ്റവും വിലയുള്ളൊരു ഫ്രൂട്ട് എടുത്ത് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാം. പക്ഷെ ആ റോബക്സ് അങ്ങനെ നിങ്ങളെ നല്ല പൈസവും അത് നിങ്ങളെ പാരൻസ് തന്നെ വിധിക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്. അതായത് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഒരു $10 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ഞാൻ വാങ്ങിച്ചത് ക്യാരറ്റ് ആയിരുന്നു. ഈ ക്യാരറ്റ് വാങ്ങിച്ച് നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഫീൽഡിൻ്റെ അകത്ത് റെക്ടാങ്കിൾ ഫീൽഡിൻ്റെ അകത്ത് ഫുള്ള് നിങ്ങൾ നട്ട് വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 200-300 ഷെക്കിൾസ് എങ്കിലും കിട്ടും. അതേപോലെ നിങ്ങൾ റിപ്പീറ്റ് കുറേ കഴിയുമ്പോൾ നിങ്ങളൊരു 1000+ കാണും. അപ്പോൾ ഈ 1000+ വെച്ച് നിങ്ങൾക്ക് 800 രൂപ കിട്ടും, ടൊമാറ്റോ കിട്ടും, ബ്ലൂബെറി കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് കുറേ പോകുമ്പോൾ നിങ്ങൾക്ക് മില്യൺസ് കിട്ടും. അതായത് 1 മില്യൺ, 9 മില്യൺ, 40 മില്യൺ, 20 മില്യൺ കിട്ടും. അത് നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വാങ്ങിക്കും. ചില സമയത്ത് നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മ്യൂട്ടേഷൻ സംഭവിക്കും. മ്യൂട്ടേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ വെതർ മ്യൂട്ടേഷൻ, റെയിൻ മ്യൂട്ടേഷൻ, അങ്ങനെ പറഞ്ഞാൽ കുറച്ച് മ്യൂട്ടേഷൻ ഉണ്ട്. ചില മ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കോൾഡ് ആയിട്ടുള്ള, ഐസ് ആയിട്ടുള്ള ചിലത് കിട്ടും. അതിനൊന്നും വലിയ റേറ്റ് കാണത്തില്ല. പക്ഷെ ചില കഴിയുമ്പോൾ റെയിൻബോ കിട്ടും, ഗോൾഡ് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. അതൊക്കെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രൈസ് കിട്ടും. അതായത് ജസ്റ്റ് നോർമൽ ഡ്രാഗൺ ഫ്രൂട്ട് ആയിരിക്കും എനിക്കൊന്ന് 1000 എന്തരേ ഉള്ളൂ, 1000 ഷെക്കിൾസ് എന്തരേ ഉള്ളൂ, കൃത്യം അറിയത്തില്ല. അപ്പോൾ അത് സാധാരണ കൊടുക്കണേ. പക്ഷെ നിങ്ങൾ ഗോൾഡൻ റെയിൻബോ കൊടുക്കുമ്പോൾ നല്ല പൈസ കിട്ടും അതിൽ നിന്ന്. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇതൊക്കെയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 1 മാസം എന്തോ അടുപ്പിച്ചായി ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട്. അത്രയും നാളെടുത്താണ് ഇത്ര എങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത്. പിന്നെ മൂന്നാമത്തെ വഴി എന്ന് ചില പ്ലേയേഴ്സ് ഉണ്ട്, നിങ്ങൾ ഈ ഹാർഡ് വർക്കും എല്ലാം കണ്ടിട്ട് ചിലവർ നിങ്ങൾക്കൊരു എക്സ്ചേഞ്ച് ഓഫർ തരും. അതായത് നിങ്ങളിലുള്ള ഏറ്റവും കിടലായിട്ടുള്ള പെറ്റും വല്ലതും ഉണ്ടെങ്കിൽ അതിന് പകരം അവർ ഇത്ര പൈസ തരാമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് അവർ തരും. എനിക്ക് കിട്ടിയത് പെറ്റ്സൊന്നും ട്രേഡ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത ഒരു ഫ്രണ്ട് ആകാശ്, ഇപ്പം എൻ്റെ ഫ്രണ്ടാണതിൽ, വന്ന് ചോദിച്ചു എനിക്കിപ്പോൾ എത്ര മില്യൺ ഉണ്ട് കയ്യിലെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ ലാപ്പാടെ 9 മില്യൺ, 40 മില്യൺ ഉണ്ട്. അതിൽ ബാക്കി ഡ്രാഗൺ ഫ്രൂട്ട് എന്തൊക്കെയോ വാങ്ങിച്ചപ്പോൾ തീർന്നുപോയി. 9 മില്യൺ ഷെക്കിൾസ് ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഞാൻ കുറച്ചൊരു 100 ട്രില്യൺ തരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഓന്നും പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവനെന്തോ അവനായിട്ട് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ എനിക്കിതാ 93 ഷെക്കിൾസ് കിട്ടി. 93 QA, ക്വാഡ്രില്യൺ ഷെക്കിൾസ് കിട്ടി. സോ ഇതുപോലെ നിങ്ങൾ ഓരോ പ്ലേസിൻ്റെ അടുത്തും എല്ലാ പ്ലേസും തരണമെന്നില്ല. ചിലവർ പെറ്റ്സ് ആയിരിക്കും തരണം. എന്നാൽ ഈ പെറ്റ്സ് തന്നാൽ നമുക്ക് റെയറുണ്ട്. ഞാനിപ്പോൾ മഷ്റൂമൊക്കെ എടുത്തു. പെറ്റ്സ് എന്ന റെയർ എന്ന് പറഞ്ഞാൽ പെറ്റ്സ് നമുക്ക് വിൽക്കാൻ പറ്റും. ചില പെറ്റ്സിനൊക്കെ നല്ല വിലയുള്ള പെറ്റ്സൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം നല്ല എമൗണ്ട് അടുപ്പിച്ച് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ, നിങ്ങൾ ഈ റോബ്ലോക്സിൽ ഗ്രോ ഗാർഡനിലെ ഫ്രണ്ട്സ് കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് നിങ്ങളിലുള്ള അത്യാവശ്യം നല്ലൊരു ഫ്രൂട്ടോ പെറ്റോ എക്സ്ചേഞ്ച് ചെയ്ത് അവരിൽ നിന്ന് നല്ലൊരു എമൗണ്ട് എടുക്കാൻ നോക്കുക. ചിലവർക്ക് നിങ്ങളെ ഫ്രണ്ട്സ് ചിലവർക്ക് എമൗണ്ട് ആയിട്ടുള്ളൂ തരണം. ചിലപ്പോൾ അതിന് പകരം ഈ ഒരു ഫ്രൂട്ട്സ് ആയിരിക്കും തരണം. ആ ഫ്രൂട്ട്സ് എന്നാലും നിങ്ങൾക്ക് നല്ല വില കിട്ടും വിറ്റ് കഴിഞ്ഞാൽ. അതുപോലെ ഓരോ ഫ്രൂട്ടിനും ഓരോരോ വില വെച്ചാണ് കൊടുക്കുന്നവർ. അതായത് നമ്മുടെ ഇപ്പോൾ കോക്കനട്ടിന് തന്നെ 500 എത്ര ആണ് കൃത്യം അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ കൊടുക്കാനൊക്കെ പറ്റും. നമുക്ക് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ടും തിരിച്ച് കിട്ടുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ ഈ എക്സ്ചേഞ്ച് നടത്തുമ്പോൾ നിങ്ങൾ വേറൊരു മണ്ടത്തനെ കാണിക്കരുത്. കാരണം ചിലവർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വാല്യുബിൾ ആയിട്ടുള്ള പെറ്റ്സ്, അതായത് ബോണ്ടോഗൊക്കെ കൊടുക്കരുത്. ഞാൻ എൻ്റെ കൂട്ടർ പറഞ്ഞാൽ എനിക്ക് കൃത്യം അറിയത്തില്ല സത്യമാണോന്ന്. നമ്മൾ ഈ ബോണ്ടോഗ് ക്രിംസൺ തോണാണെന്ന് തോന്നുന്നു, ക്രിംസൺ തോൺ എടുത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിംസൺ തോന്നാണെന്ന് പറഞ്ഞു, അത് എടുത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ട്രേഡ് ചെയ്ത് കളഞ്ഞു അറിയാതെ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ. അപ്പോൾ അതാരും കാണിക്കില്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പെറ്റ്സും ഉണ്ടാവും. സോ ഇന്നത്തെ ഇടത്തുള്ളൂ. ടാറ്റാ, ബൈ ബൈ.